പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള കൃപ നിങ്ങൾക്ക് തരട്ടെ. നിങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും എല്ലാം വിശുദ്ധീകരിക്കാനുള്ള ഒരു കൃപ ഈശോ നിങ്ങൾക്ക് തരട്ടെ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ കാണാൻ വന്നത് ഞാൻ ഓർക്കുകയാണ്. അപ്പം അവൻ പറഞ്ഞു, അച്ഛാ, എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യം നടക്കുന്നില്ല. എന്താ, അവൻ്റെ വിവാഹ തടസ്സം മാറുന്നില്ല. എത്ര പ്രാർത്ഥിച്ചിട്ട് അച്ഛാ, ഞാൻ കുറേ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി, അച്ഛാ, ഞാൻ കുറേ പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, വിവാഹ തടസ്സം മാറുന്നില്ല. ആ ക്രൈസ്തവനായ ഒരു ചെറുപ്പക്കാരനാണ്. വിവാഹ തടസ്സം മാറുന്നില്ല. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എടാ, നിനക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ? ഓ, വെറുപ്പുണ്ട്. എൻ്റെ സ്വന്തം പെങ്ങളോട് എനിക്ക് വെറുപ്പാണ്. അവൾ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല, എനിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തി, എനിക്ക് വെറുപ്പാണ് അവളോട്. അപ്പം ഞാൻ പറഞ്ഞു, നിന്റെ ഈ വെറുപ്പെടുത്ത് മാറ്റ്, ഉള്ളിൽ കിടക്കുന്ന അഴുക്കെടുത്ത് മാറ്റ്, ഉള്ളിലെ ഈ കല്ലെടുത്ത് മാറ്റിയാലേ കൃപ ജീവിതത്തിലേക്ക് കടന്നു വരുള്ളൂ. നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ ഉള്ളിൽ കുഷ്ഠം വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ആത്മാവിൽ കുഷ്ഠം വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ, അഴുക്ക് വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവകൃപ ഒഴുകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. യോഹന്നാൻ 11 ഈശോ ലാസറിന്റെ ശവകുടീരത്തിൽ ചെന്നിട്ട് എന്താ പറയുക? കല്ലെടുത്ത് മാറ്റാനാ പറയുക. കല്ലെടുത്ത് മാറ്റിയപ്പോഴാണ് കർത്താവ് ലാസറെ പുറത്തു വരുമെന്ന് പറയുകയും അവൻ മരണത്തിൽ നിന്ന് ഉദ്ധാരത്തിലേക്ക് കടന്നു വരികയും ചെയ്യുക. കല്ലെടുത്ത് മാറ്റണം. ജീവിതത്തിൽ നിനക്ക് വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ അതോടൊപ്പം തന്നെ ജഡികമായ ആസക്തികളോ അങ്ങനെ ഏതെങ്കിലും തിന്മകളിൽ നീ നിമഗ്നനായി ജീവിക്കുവാണെങ്കിൽ, മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ മറ്റ് തിന്മകൾക്കൊക്കെ അവിഹിത വേഴ്ചകൾക്കൊക്കെ അടിപ്പെട്ട് നീ ജീവിക്കുവാണെങ്കിൽ നീ അതിൽ നിന്ന് മാറണം. എങ്കിലേ ദൈവത്തിൻ്റെ കൃപ നിന്റെ ഹൃദയത്തിലേക്ക് വന്ന് നിറയുള്ളൂ. നമുക്കറിയാം, ലൂക്ക 17, 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ മുന്നിൽ വന്നു തങ്ങളുടെ കുഷ്ഠം അവൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ചു. കർത്താവെ, ഞങ്ങൾ കുഷ്ഠരോഗികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സൗഖ്യം വന്നു. ഇതുപോലെ നമ്മുടെ കുഷ്ഠം കർത്താവിൻ്റെ മുന്നിൽ നമ്മൾ തുറന്നു വയ്ക്കണം. കർത്താവെ, സൗഖ്യം എന്താ? കർത്താവെ, വിടുതലെന്താ? കർത്താവ്, ഇതിൽ നിന്നൊരു മാനസാന്തരം എന്താ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമുക്കതിൽ നിന്ന് നിത്യമായൊരു വിടുതൽ കിട്ടുക. അപ്പം ഇന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കണം, എൻ്റെ കുഷ്ഠം മാറ്റണം, എൻ്റെ അഴുക്ക് മാറ്റണം, എൻ്റെ തിന്മ മാറ്റണം, എൻ്റെ ജഡികമായ ആസക്തി മാറ്റണം. കർത്താവിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കണം. സുതാര്യമായ ഒരു ആത്മാവ്, സുതാര്യമായൊരു ജീവിതം, സുതാര്യമായ എൻ്റെ ഹൃദയം, അതിലേക്ക് കടന്നു വരാനായിട്ട് പ്രത്യേകമായി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ, എന്നെ അങ്ങ് വെണ്മയുള്ളവനാക്കി മാറ്റണമേ, അതല്ലെങ്കിൽ വെണ്മയുള്ളവളാക്കി മാറ്റണമേ എന്ന് ടൈപ്പ് ചെയ്യുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.